പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് വ്യാഴാഴ്ച നോമ്പിൻ്റെ 14-ാം ദിവസം, 15-ാം ദിവസം ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ പകരുന്ന നല്ല അനുഗ്രഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ 14 നോമ്പിൻ്റെ ദിനങ്ങൾ പിന്നിട്ട ഞങ്ങൾക്ക് കർത്താവെ ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ച് നൽകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും പരിശുദ്ധാത്മാ നിയോഗത്താൽ ക്രൂശിനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടതായ ഊർജം സംഭരിക്കുവാൻ ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറയുവാൻ ദൈവം സഹായിക്കണമേ. വന്നിരിക്കുന്ന ഉള്ളങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ്റെ വരം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഇന്ന് സഹായിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്ന അവസരങ്ങളെ ഭാഗ്യ പദവിയായി കാണുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ആശീർവദിക്കും, എല്ലാ നന്മകളാലും നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് വന്ന് കൊയറിനോട് ചേർന്ന് 410-ാമത്തെ ഗീതം, ശ്രീ യേശു നാമം അതിശയ നാമം എന്നാരംഭിക്കുന്ന 410-ാമത്തെ ഗീതം. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം 23 നമുക്കൊരുമിച്ച് വായിക്കാം. സങ്കീർത്തനങ്ങൾ 23 ചേർന്ന് വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പിപ്പറങ്ങളിൽ അങ്ങ് എന്നെ കിടത്തുന്നു.
സ്വസ്ഥതയിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അങ്ങ് തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനോടുകൂടെ ഇരിക്കുന്നല്ലോ. അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക അങ്ങെനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷ വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. നിൽക്കുമ്പോൾ തന്നെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22-ാം അധ്യായം 47 മുതൽ 53 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം ശ്രദ്ധിപ്പിൻ. യേശു സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം 12 പേരിൽ ഒരുവനായ യൂദ അവർക്ക് മുന്നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്ത് വന്നു. യേശു അവനോട്, യൂദായെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ട്, കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളുമടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇത് ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകുത്താം, പ്രാർത്ഥിക്കാം. ക്രൂശിനോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. അല്പസമയം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ മനസ്സലിവിനായി, ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ലഭിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ താഴ്മയും സൗമ്യതയും നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി തീരുവാൻ കഴിഞ്ഞ 14 നോമ്പിൻ്റെ ദിനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷീണാവസ്ഥയിലും രോഗാവസ്ഥയിലും ആയിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം കൂടുതലായി കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന ഒരു ദിനമായി തീരുവാൻ, കർത്താവായ യേശു നമ്മോട് സംസാരിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ മേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവിക നന്മ അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പാൻ നമ്മുടെ ആവശ്യങ്ങളെ ഹൃദ്യമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹന്ന ദേവാലയത്തിൽ വന്ന് അവരുടെ ഹൃദയത്തെ കർത്താവിൽ, ദൈവത്തിൽ പകർന്നതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കരൂബുകൾ. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കരൂബുകൾ. കൂടാരത്തിനകത്തുണ്ട്
ഷേക്കേനയും ഉണ്ടാവിടെ. കൂടാരത്തിനകത്തുണ്ട് ഷേക്കിനയും ഉണ്ടാവിടെ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ നോമ്പിൻ്റെ 15-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ആലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ക്ഷീണിതരും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവചൻ്റെ ക്രൂശിനോട് അണയ്ക്കണമേ കർത്താവെ. അടിപ്പടയാളുടെ സൗഖ്യവും ആശ്വാസവും പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ നാളുകളിൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉന്നതമായ മാർക്ക് ലഭിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രിയമക്കൾക്ക് ഏവർക്കും നൽകി ആശീർവദിക്കണമേ. ഇന്ന് ഈ ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, കുഞ്ഞ് പൈതങ്ങൾ മുതൽ മുതിർന്നവരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന ദിവസങ്ങളാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ നിലനിൽപ്പാൻ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഓട്ടങ്ങൾ, അധ്വാനങ്ങളിൽ, ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിപ്പാൻ, അത്ഭുതമായ ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ അങ്ങ് അനുഗ്രഹിച്ച് വാഴ്ത്തി തരണമേ കർത്താവേ. അതിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അഭിഷേകിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ, വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലനത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയത്ത് 503-ാമത്തെ ഗീതം, ഉണർവിൻ വരം ലഭിപ്പാൻ, ഈ ഗീതം ഇരുന്നു കൊണ്ട് പാടാം. സ്തോത്രക്കാഴ്ച ആ സമയം സ്വീകരിക്കും. സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്നതോടൊപ്പം പാട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. Baba
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അർപ്പിക്കപ്പെട്ട കാഴ്ച ദൈവം സ്വീകരിക്കണമേ. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാഴ്ച ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെ മുഴുവനും സമർപ്പിക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ഇത് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വചനത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുന്നു കർത്താവേ. ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ, കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. തൻ്റെ അഭിഷിക്തനെ പരിശുദ്ധാത്മാവിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 15-ാമത്തെ ദിവസം വചന സന്ദേശം കേൾക്കുവാനായിട്ട് നാം ഒരുങ്ങി ആയിരിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ സി.ആർ. ഗോഡ്വിൻ അച്ഛനെ വചനധ്യാനത്തിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നധികം സമയം നമുക്കില്ല. കൊയറിൻ്റെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷയം മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 47 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 53 വരെ അല്ല, അതുവരെയാണ് നമ്മൾ വായിച്ചത്. കുറച്ചുകൂടെ താഴേക്ക് 62 വരെ വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവവും കർത്താവിൻ്റെ കഷ്ടപ്പാടിൽ അവൻ്റെ ഇടപെടലിനെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് മറ്റാരുമല്ല, യേശു ഏറെ സ്നേഹിച്ച, പിൽക്കാലത്ത് സഭയുടെ വലിയ ശുശ്രൂഷ ഏറ്റെടുത്ത പത്രോസ്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണ് പത്രോസ്. ബെത്സയിദക്കാരനാണ് പത്രോസ്. മീൻപിടുത്തക്കാരനായിരുന്നു. മത്സ്യബന്ധനം തൊഴിലാക്കിയവൻ. സ്വന്തമായി വള്ളവും വലയുമുണ്ട്. അതുകൊണ്ട് തീരെ ദരിദ്രനല്ല. സാമ്പത്തികമായി അല്പമാത്രം സൗകര്യങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. യഥാർത്ഥത്തിൽ സഹോദരനായ അന്ത്രിയോസ് ആയിരുന്നു യേശുവിനെ അവന് പരിചയപ്പെടുത്തിയത്. യേശുവിനെ അറിഞ്ഞപ്പോൾ കൂടെ കൂടി വളരെ വിശ്വസ്തനായി യേശുവിനോടൊപ്പം ചേർന്ന ശുശ്രൂഷാമുഖത്ത് നിലനിന്നതാണ് പത്രോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ യേശുവിൻ്റെ പീഡാസഹന അനുഭവങ്ങളിൽ പത്രോസിൻ്റെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലതുകൊണ്ടും വേദനാജനകമായിരുന്നു. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ പഴി പറയാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. കർത്താവിനെ ഒറ്റിയവനാണ്, കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞവനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഗെത്സമനത്തോട്ടത്തിൽ നമ്മൾ കാണുന്നത് ഉറങ്ങുന്ന പത്രോസിനെയാണ്. യേശുവിനെ പിടിപ്പാൻ അടുത്തപ്പോ മഹാപുരോഹിതന്റെ ദാസന്റെ കാതെറുത്ത് ധൈര്യം കാട്ടിയവനാണ് പത്രോസ്. എടുത്തുചാട്ടക്കാരനാണ് എന്ന് പലപ്പോഴും നമ്മൾ പത്രോസിനെ കുറിച്ച് പറയാറുണ്ട്. യേശു പിടിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കൊല ചെയ്യുവാൻ കൊണ്ടുപോകുമ്പോൾ അല്പം ദൂരെ മാത്രമായിട്ടെങ്കിലും അനുഗമിച്ചവനാണ് പത്രോസ്. മറ്റു പലരും ഓടി ഒളിച്ചപ്പോൾ ദൂരെ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. നമ്മൾ പലരും പലപ്പോഴായി ചെയ്യാറുണ്ട്. ചേരാ നയമെന്നോ അല്പം അകലെയായി. കാരണം ഒരു സേഫ് ഡിസ്റ്റൻസ്, സേഫ് പ്രധാനമാണ്. അതുകൊണ്ട് അല്പം അകലെയായി ഇങ്ങനെ കടന്നു വരുന്ന പത്രോസ് നമുക്കാണ്. പിടിക്കപ്പെടരുത്, അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ളൊരു ധർമ്മസങ്കടത്തിൽ യേശുവിനോടൊപ്പം ചേരാൻ പറ്റില്ല. ചേർന്ന് കഴിഞ്ഞാൽ കൂടെ അടുത്തു പോയാൽ ചിലപ്പോൾ അവനും പിടിക്കപ്പെടും, ക്രൂശിക്കപ്പെടാം, അടി കിട്ടാം. അതാണ് തീ കായുമ്പോൾ പോലും യേശുവിനെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറഞ്ഞത് എന്ന് നാം ഓർക്കണം. 3 പ്രാവശ്യം ആണയിട്ട് നിഷേധിക്കുന്നതാണ് മർക്കോസ് സുവിശേഷം 14:71 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോഴി കൂകിയതാണോ? പല ചിന്തകളുണ്ട്. 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളായി രാത്രിയെ യഹൂദന്മാർ തിരിച്ചിരുന്നു. വെളുപ്പിന് 3 മണിക്ക് കാവൽ പടയാളികളുടെ തവണമാറ്റം കുറിക്കുവാൻ കാഹളം ഊതുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനെയാണ് കോഴി കൂവുക എന്ന് പറയുന്നത്. ചിന്തകന്മാരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഇതിൻ്റെ സാങ്കേതിക പദമാണ്. അപ്പം ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധിക്ക് നിരക്കാത്തതായതുകൊണ്ട് യഥാർത്ഥത്തിൽ ആലയവുമായി ബന്ധപ്പെട്ട് കോഴികളെ അവിടെ അടുത്ത് വളർത്താറില്ല. ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്
പത നിരോധിച്ചിരുന്നു. അതുകൊണ്ട് കോഴി കൂകുന്ന നേരം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ളതാകാനാണ് സാധ്യത. അപ്പൊ ഇങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ ഇതാ സുവിശേഷ ഭാഗങ്ങളെല്ലാം കാണാം. മത്തായി 26:33 പത്രോസ് എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞവനാണ്. മത്തായി 26:40 പറയുന്ന പത്രോസിനോട് എന്നോടുകൂടി ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുന്ന ക്രിസ്തുനാഥനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ 18:11 പത്രോസിനോട് വാൾ ഉറയിലിടുക എന്നാവശ്യപ്പെടുകയാണ്. അപ്പൊ ഇതെല്ലാം പരാജയത്തിന്റെ പടുവഴികളാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് മുമ്പിൽ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന. പത്രോസ് ദൂരെ മഹാപുരോഹിതന്റെ അരമണയോളം പിൻചെല്ലുന്നതാണ്. മത്തായി 26:58 ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏറെ ദൂരവേ കടന്നു വരുന്ന പത്രോസ്. അപ്പൊ എന്ത് സംഭവിച്ചാലും തനിക്ക് ഓടി രക്ഷപ്പെടുവാനുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് കാത്തു സൂക്ഷിച്ചിരുന്ന പത്രോസിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നതായി യോഹന്നാൻ 18:18 പറയുകയാണ്. അപ്പോൾ അല്ല എന്ന് മറുത്തു പറഞ്ഞവരാണ് പത്രോസ് എന്ന യോഹന്നാൻ 18:25 പറയും. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയ പത്രോസിനെ മർക്കോസ് 14:71 പറയുകയാണ്. ഇത് മർക്കോസ് ആണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മർക്കോസ് പത്രോസിന്റെ അരിമ ശിഷ്യനാണ്, പിൽക്കാലത്ത് ശിഷ്യനായി തീർന്നു. അതുകൊണ്ട് തനിക്കുണ്ടായ വ്യഥകളും വേദനകളൊക്കെ അദ്ദേഹത്തോട് തുറന്ന് പങ്കുവെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ വിട്ടുപിരിയാതെ അനുഗമിച്ച പത്രോസിന്റെ ആ സ്വാമി ഭക്തി നമുക്കിവിടെ ആദരിക്കാനായിട്ട് കഴിയും. യേശുവിനോട് അത്രമാത്രം ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർക്കോസ് വിശേഷകൻ വളരെ ശ്രദ്ധയോടെ ഒപ്പിയെടുത്ത വചനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ മാർക്കോസ് പത്രോസിന്റെ ശിഷ്യനും ഗുരുവിൽ നിന്ന് ആദ്യമായി കിട്ടിയ തൻ്റെ ജീവിതാനുഭവങ്ങൾ കോർത്തെടുത്ത് വ്യക്തമായി പറയുകയാണ്. അപ്പൊ വീഴ്ചയുടെ ദൃഷ്ടാന്തം പോലും പുതിയ തലമുറ അറിയണമെന്ന് ആഗ്രഹിച്ച നമ്മൾ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വേറെ ആരോടും പറയാറില്ല. പക്ഷേ പത്രോസ് അത് വ്യക്തമായി മർക്കോസിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ വീഴ്ചകളെ വളരെ വ്യക്തമായി മർക്കോസ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വന്തം പരാജയം മറച്ചു വയ്ക്കാതെ തുറന്നു കാട്ടിയ പത്രോസിൻ്റെ വിശ്വാസ്യതയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ശ്ലാഘനീയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ്റെ കറുത്ത വശങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ നല്ല വശങ്ങളായി പുതിയ ഉൾക്കാഴ്ചയുള്ള ഒന്നായി മാറണം എന്നതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ ജീവിതാനുഭവങ്ങളിൽ വീണുപോകാതെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനുള്ള ആഹ്വാനമാണ് പത്രോസിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്ന ഈ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതാന്ത്യം വരെയും ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനുള്ള ആഹ്വാനം. കർത്താവ് അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ഉദ്യോഗജനകമായ അനുഭവമുണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ. പത്രോസ് വളരെ വേദനയോടെ കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. ലൂക്കോസ് 22:51 പറയുന്നതാണ്. മുന്നറിയിപ്പ് അവഗണിച്ച പത്രോസിനെ യേശു ഒന്ന് നോക്കുമ്പോൾ ലജ്ജിതനായി തലതാഴ്ത്തി അവിടെ നിന്ന് കടന്നു പോകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ അല്പം ദേഷ്യവും കർത്താവിന് തോന്നിയിട്ടുണ്ടാകണം, കാരണം കർത്താവ് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ദുഃഖവും വേദനയും നിറഞ്ഞ ഈ നോട്ടം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞതായി ഈ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ രണ്ടുപേർക്ക് ഒരുപോലത്തെ ശിക്ഷയുണ്ടാകുന്നു. രണ്ടുപേർക്ക് ഒരുപോലത്തെ കുറ്റമാണ് നമുക്ക് ചാർത്തുവാനായിട്ട്. ഒന്ന്, യൂദ യേശുവിനെ ഒറ്റുകൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. ഇരുവരും പ്രതിസ്ഥാനത്താണ്. പക്ഷേ ഒരാൾ ആത്മഹത്യ ചെയ്തു, മറ്റൊരാൾ വിശുദ്ധനായി തീർന്നതാണ് ചരിത്രം. എന്നെ കേൾക്കുന്ന സഹോദരൻ, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? വില്യം ബാർക്ലേ എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നത്, എ സെയിന്റ് ഈസ് someone in whom Christ lives again. അപ്പൊ നമ്മിൽ ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് വീണ്ടും ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ്. വേണമെങ്കിൽ യൂദയ്ക്കും വിശുദ്ധനാകാമായിരുന്നു, ചെയ്തുപോയി. ചുംബനം കൊണ്ട് അരുമനാഥനെ കാട്ടിക്കൊടുത്തവനാണ്. വലിയ ദുഃഖഭാരമുണ്ടായി. അവൻ ആ വഴിക്ക് പോയി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. അതോടുകൂടി അവൻ്റെ അധ്യായം അടയുന്നതാണ്. എന്നാരും യൂദ എന്ന പേരിടാറില്ല.
നമുക്കാർക്കും ഇഷ്ടമില്ല. അത്രമാത്രം അധമനായി ഭോഷനായി യൂദയെ നമ്മൾ കാണുന്നു. പക്ഷേ ഇതുപോലെ മറ്റൊരു തെറ്റാണ്. 3 പ്രാവശ്യം മറ്റവൻ ഒരു ചുംബനമേ കൊടുത്തുള്ളൂ. പക്ഷേ മറ്റൊരുവൻ തള്ളിപ്പറയുകയാണ് സ്ത്രീയുടെ മുമ്പിൽ. തങ്ങളുടെ തടി കേടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോടെ തള്ളിപ്പറയുന്നവൻ അതിദുഃഖത്തോടെ കരഞ്ഞ യഥാസ്ഥാനപ്പെട്ട പശ്ചാത്താപത്തോടെ മടങ്ങി വരുന്നതാണ് ഈ ബൈബിൾ നമുക്ക് നൽകുന്ന ദർശനം. അതുകൊണ്ട് ഈ രാത്രിയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് പത്രോസ് നമുക്ക് നൽകുന്നത്. കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമുക്ക് നൽകുന്ന നല്ല ചിന്തകൾ, കർത്താവേ, പത്രോസ് ഞങ്ങൾക്ക് നൽകുന്ന ചിന്തകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കൃപയേകണമേ. ദൂരത്തെ മാറിക്കടന്ന് നടന്നു പോകുവാനല്ല, ചേർന്ന് നടക്കുവാനുള്ള ആഹ്വാനം. കർത്താവ് എമൗസിലേക്ക് ഓടിപ്പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടന്നതുപോലെ കർത്താവേ, നാമം പത്രോസിനെ പോലെ സേഫ് ഡിസ്റ്റൻസിൽ നടന്നു പോകുവാനല്ല, ചേർന്ന് നടക്കുവാനുള്ള ആഹ്വാനം. മറ്റുള്ളവന്റെ കാതറുത്ത് പറിക്കുവാനല്ല, ശ്രദ്ധയോടെ ജീവിത സാക്ഷ്യങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള സംഗതമായ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ, ശ്രദ്ധയോടെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ ശിഷ്യന്മാരെ പാകപ്പെടുത്തുമ്പോൾ ശ്രദ്ധയില്ലാതെ കാണിക്കുന്ന പലപ്പോഴും കാണിക്കുന്ന തെറ്റായ ജീവിതാനുഭവങ്ങൾ തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ബൈബിൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് സ്വയാർപ്പണത്തോടെ പത്രോസിന്റെ പുതിയ ഭാവത്തോടെ യഥാസ്ഥാനപ്പെടുത്ത വ്രതശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അനുരഞ്ജനത്തിന്റെ ഭാവത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പത്രോസ് നമുക്ക് പഠിപ്പിച്ച നമ്മിൽ നിറച്ച നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവേ ഒരു വിശുദ്ധിയായി ജീവിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. തെറ്റായ ജീവിതചര്യകളിലൂടെ പലപ്പോഴും വീണുപോയ പരാജയങ്ങൾ കൂപ്പുകുത്തിയ പത്രോസിനെ അല്ല, ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് കഴിയില്ല, എന്നെ തലകീഴായി ക്രൂശിക്കണമേ എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ താണ് വിനയാന്വിതനായി ദൈവത്തിൻ്റെ പ്രിയമകനായി സഭയെ പണിയുന്ന പത്രോസിൻ്റെ ഭാവം നമ്മിലുണ്ടാകുവാൻ അങ്ങ് കൃപയേകണമേ. ഞങ്ങൾക്ക് ശക്തിയും വിവേകവും കർത്താവേ അങ്ങയുടെ കർത്താവേ ദർശനവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ വെറുതെ ധ്യാനിച്ച് കടന്നു പോകുന്നവരായിട്ടല്ല, പത്രോസിൻ്റെ ജീവിതാനുഭവങ്ങൾ, പരാജയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചവിട്ടുപടിയാകുവാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ, ഞങ്ങൾ പിരിയുന്നു. പിരിയാബന്ധുവായ ക്രിസ്തുവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ ആശീർവദിച്ചുകൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളോടും ഞങ്ങളുടെ സഭയോടും ദേശത്തോടും നാളുകളിൽ നോമ്പാചരണത്തിൻ്റെ ഭാഗമായി ആലയത്തിൽ എത്തിച്ചേരുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.